students, Assalamu alaikum. Welcome back to social science class. Our previous class we discussed about various stages of passing a bill. Today we have to discuss the topic money bill. What is money bill? The procedure of passing a money bill is different from that of an ordinary bill. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു ഓർഡിനറി ബില്ല് പാസ്സാക്കുമ്പോഴുള്ള വാരിയസ് സ്റ്റേജസ് ആയിരുന്നു അല്ലേ. അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മണി ബില്ല് പാസ്സാക്കുമ്പോൾ ഉള്ളത്. ഒരുപാട് അതിൻ്റെ സ്റ്റേജിലൊക്കെ ഡിഫറെൻ്റ് ഉണ്ട്. ദ പ്രൊസീജിയർ ഓഫ് പാസിംഗ് എ മണി ബിൽ ഈസ് ഡിഫറെൻ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി ബിൽ. എന്താണ് മണി ബില്ല്? വാട്ട് ഈസ് മണി ബിൽ? ധനകാര്യ ബിൽ എന്നാണ് മണി ബിൽ എന്ന് പറഞ്ഞാൽ മലയാളം. നമുക്ക് നോക്കാം എന്താണുള്ളത്. എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ. Once again, any bill relating to the collection of revenue or expenditure from the consolidated fund can be termed as money bill. അതായത് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും അതുപോലെ അതിന്റെ വിനിയോഗവും. പൊതുഖജനാവിലേക്ക് ഗവൺമെന്റിലേക്ക് എങ്ങനെയൊക്കെയാണ് പണം കളക്ട് ചെയ്യുന്നത്, മണി കളക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഗവൺമെന്റിലേക്ക് കിട്ടിയിട്ടുള്ള മണി ഏതൊക്കെ മേഖലകളിലാണ് അത് സ്പെൻഡ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഉള്ള ബില്ലാണ് ഇത് മണി ബില്ല്. ക്ലിയർ ആയല്ലോ? എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ. Then money bill is introduced only in the Lok Sabha. നമ്മൾ ഓർഡിനറി ബില്ല് കണ്ടപ്പോൾ നമ്മൾ കണ്ടിരുന്നത് ഏത് ഹൗസിലും ഓർഡിനറി ബില്ല് ആദ്യം പ്രസന്റ് ചെയ്യായിരുന്നു. പക്ഷെ മണി ബില്ലിനെ സംബന്ധിച്ചിടത്തോളം മണി ബില്ല് പ്രസന്റ് ചെയ്യുന്നത് ലോക്സഭയിലാണ് ആദ്യം. മണി ബിൽ ഈസ് introduced only in the Lok Sabha. After the bill is passed by the Lok Sabha, ലോക്സഭയിൽ പാസ്സാക്കിയിട്ടുള്ള ഈ മണി ബില്ല് പിന്നീട് എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് സെൻഡ് ടു ദ രാജ്യസഭ. രാജ്യസഭയിലേക്ക് അയക്കണം വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദി സ്പീക്കർ ദാറ്റ് ദ ബിൽ ഈസ് എ മണി ബിൽ. ലോകസഭയിൽ പാസ്സാക്കിയ ഈ മണി ബില്ല് രാജ്യസഭയിലേക്ക് അയക്കുന്നു. അതും ലോക്സഭ സ്പീക്കറുടെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നത്. ഇനി രാജ്യസഭയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ? ദ രാജ്യസഭ മസ്റ്റ് റിട്ടേൺ ദ മണി ബിൽ. രാജ്യസഭയിൽ കിട്ടിയിട്ടുള്ള ഈ മണി ബില്ല് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് അലോങ് വിത്ത് ദി റെക്കമെൻഡേഷൻസ് ടു ദി ലോക്സഭ വിത്തിൻ എ പീരീഡ് ഓഫ് 14 days. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിലേക്ക് അയച്ചിട്ടുള്ള മണി ബില്ലിന്റെ കോപ്പി രാജ്യസഭയിൽ നിന്നും 14 ദിവസങ്ങൾക്കുള്ളിൽ ലോകസഭയിലേക്ക് തന്നെ രാജ്യസഭയുടെ എല്ലാ നിർദ്ദേശങ്ങളോടും കൂടി അയക്കണം. ഇനി തിരിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുള്ള ഈ മണി ബില്ല് ലോക്സഭ ക്യാൻ ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ റെക്കമെൻഡേഷൻസ് ഓഫ് രാജ്യസഭ. ലോക്സഭയ്ക്ക് രാജ്യസഭ കൂട്ടിച്ചേർത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മണി ബില്ലുമായിട്ട് പഠിക്കാനുള്ളത്. മണി ബില്ല് എന്താണെന്ന് നോക്കുക, അതിന്റെ പ്രൊസീജിയർ ഓർഡിനറി ബില്ലിനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ രണ്ടും ഒരു കമ്പാരിസൺ കിട്ടും. ഓർഡിനറി ബില്ലിന്റെ പ്രൊസീജിയറും അതുപോലെ മണി ബില്ലിന്റെ പ്രൊസീജിയറും. മുന്നേ പഠിച്ചിട്ടുള്ള ഓർഡിനറി ബില്ല് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതിൽ നിന്നും എങ്ങനെയാണ് മണി ബില്ല് ഡിഫറൻസ് ഉള്ളത് അതും കൂടെ നോക്കുക. ഓക്കെ, മണി ബില്ല് എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് മെയിൻ ഫംഗ്ഷൻ ഓഫ് പാർലമെന്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ലെജിസ്ലേഷൻ ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് പാർലമെന്റ്. ലെജിസ്ലേഷൻ ആണ്, നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻ അല്ലെ, ധർമ്മം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈസ് ലെജിസ്ലേഷൻ ദ ഓൺലി ഫംഗ്ഷൻ ഓഫ് ദ പാർലമെന്റ്? ഈ ലെജിസ്ലേഷൻ മാത്രമാണ് പാർലമെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? ലെജിസ്ലേഷൻ അതായത് നിയമം, മേക്സ് ലോ, നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പാർലമെന്റിന്റെ ഫംഗ്ഷൻ? അല്ല അല്ലെ. കൂടാതെ വേറെ ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഫംഗ്ഷൻസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ,
What are the other functions of Parliament? Control over executive. Control over executive. Second, electoral function. Third one, constitutional amendment. ഇനി കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ഇത് പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുക, ഓരോ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് എന്നുള്ള ഫംഗ്ഷനിൽ പെട്ടതാണ്. അതുപോലെ ഡെലിബറേറ്റിംഗ് വേരിയസ് ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ്, ബില്ലുകളും പ്രമേയങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ബില്ലുകളും പ്രമേയങ്ങളും ഒക്കെ റെസൊല്യൂഷൻസും ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ ഒരു ഫംഗ്ഷൻ വരുന്നത് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് എന്നുള്ള മെയിൻ ഫംഗ്ഷനിലാണ്. ദെൻ ഈ കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവിലെ തന്നെ തേർഡ് ഫംഗ്ഷൻ ആയിട്ട് സബായിട്ട് വരുന്നത് പാസിംഗ് ഓർ റിജക്റ്റിംഗ് ദ നോ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയങ്ങൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുന്നത് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് എന്നുള്ള ഫംഗ്ഷനിലാണ് പെടുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഇലക്ടറൽ ഫംഗ്ഷനാണ്. ഇലക്ടറൽ ഫംഗ്ഷൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷനാണ് ഇലക്ടറൽ ഫംഗ്ഷൻ. ഇലക്ടറൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ എലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെയും അതുപോലെ വൈസ് പ്രസിഡന്റിന്റെയും എലക്ഷൻ നടക്കുമ്പോൾ അതിൽ കാര്യമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് ആർക്ക്? പാർലമെന്റിന്. അത് ഇലക്ടറൽ ഫംഗ്ഷനിലാണ് പെടുന്നത്. ദെൻ തേർഡ് വൺ ആയിട്ട് അത് ഫംഗ്ഷനിലെ തേർഡ് വൺ ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതി. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എങ്ങനെയാണ്? ടൈംലി അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ടൈംലി അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച സമയത്തുള്ള നിയമങ്ങളെല്ലാം 2020 ഉണ്ടാവും അല്ലെ. അതിനിടയ്ക്ക് കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അമെൻമെന്റിൽ ഓരോ തെറ്റുകൾ കൂടുമ്പോഴും ഓരോ നിയമങ്ങൾ മാറി മാറിയിട്ടും അതിന്റെ ശിക്ഷാരീതികൾ മാറിയിട്ടൊക്കെ വരും. അപ്പൊ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അമെൻമെന്റ് വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന് മാറ്റങ്ങൾ വരുത്തുന്നത്, ടൈംലി ചേഞ്ച് വരുത്തുന്നത് ഏത് ഫംഗ്ഷനിൽ പെടുന്നതാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നുള്ള ഫംഗ്ഷനിലാണ് പെടുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലെജിസ്ലേഷൻ ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് പാർലമെന്റ് ആൻഡ് അതർ ഫംഗ്ഷൻസ് ആർ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു നോക്കിയതിന്റെ കൂടെ? കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, ഇലക്ടറൽ ഫംഗ്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവിൽ വരുന്ന സബ് പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ഡെലിബറേറ്റിംഗ് വേരിയസ് ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ്, പിന്നെ പാസിംഗ് ഓർ റിജക്റ്റിംഗ് ദ നോ കോൺഫിഡൻസ് മോഷൻ. ദെൻ സെക്കൻഡിൽ വന്നത് ഇലക്ടറൽ ഫംഗ്ഷൻ ആണ്. ഇലക്ടറൽ ഫംഗ്ഷൻ എങ്ങനെയാണ്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ എലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ദെൻ തേർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ടൈംലി അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. നെക്സ്റ്റ് നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്താണെന്ന് നോക്കുന്നത്. നമ്മളിപ്പോൾ സെൻട്രൽ ആയിട്ടുള്ള ലെജിസ്ലേച്ചറാണ് പ്രസിഡന്റും ലോക്സഭയും രാജ്യസഭയൊക്കെ കണ്ടത്. പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്താണ്? ഇൻ ഇന്ത്യ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഇൻ ഓൾ സ്റ്റേറ്റ്സ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എന്തുണ്ട്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട്. ദേ മേക്ക് ലോസ് ഓൺ സബ്ജക്ട്സ് ദാറ്റ് കം അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുടെ പരിധിയിലാണ് വരിക. ദേ മേക്ക് ലോസ് ഓൺ സബ്ജക്ട്സ് ദാറ്റ് കം അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. In majority of the states, ഭൂരിഭാഗം സ്റ്റേറ്റിലും എന്താ സംഭവിക്കുന്നത്? The state legislature has only one house. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരു ഹൗസ് മാത്രമാണ് ഉള്ളത്, ഒരു ഹൗസ് മാത്രമാണ് ഉള്ളത്. ഏതൊക്കെയാണ് അത് വരിക? ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമാണ്. Such legislatures are called unicameral legislatures. അപ്പോൾ ഒരു ഹൗസ് മാത്രമുള്ള ലെജിസ്ലേച്ചേഴ്സിന് പറയുന്ന പേരാണ് യൂണികാമറൽ ലെജിസ്ലേച്ചേഴ്സ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന് മിക്കവാറും സ്റ്റേറ്റിൽ ഒരു ഹൗസ് മാത്രമാണ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു ഹൗസ് മാത്രമുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പറയുന്ന പേരാണ് യൂണികാമറൽ ലെജിസ്ലേച്ചേഴ്സ്. എ ഫ്യൂ സ്റ്റേറ്റ്സ് ഓൺ അതർ ഹാൻഡ്, മറ്റു കുറച്ച് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? ഹൗ ബൈകാമറൽ ലെജിസ്ലേച്ചർ, രണ്ട് ഹൗസുകൾ ഉണ്ടായിരിക്കും.
ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും വരുന്ന ബൈക്യാമറൽ ലെജിസ്ലേച്ചർ വരുന്ന സ്റ്റേറ്റ് ഏതൊക്കെയാണ് ഉണ്ടാവുക? നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് കുറച്ചൊന്ന് പറയാം. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ജമ്മു ആൻഡ് കാശ്മീർ, ആന്ധ്രാപ്രദേശ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റിലൊക്കെ എന്താണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യൂണിക്യാമറൽ ലെജിസ്ലേച്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിന്റെ പുറമെ നിങ്ങൾ യൂണിക്യാമറൽ ലെജിസ്ലേച്ചറുള്ള സ്റ്റേറ്റ്സും അതുപോലെ ബൈക്യാമറൽ ലെജിസ്ലേച്ചേഴ്സ് ഉള്ള സ്റ്റേറ്റ്സും എന്ത് ചെയ്യാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം നിങ്ങളുടെ നോട്ടിലേക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെജിസ്ലേച്ചർ എന്നുള്ള ഒരു ഭാഗം കഴിഞ്ഞു. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും അതുപോലെ സെൻട്രൽ ലെജിസ്ലേച്ചറുള്ള ഭാഗം കഴിഞ്ഞു. നെക്സ്റ്റ് ഓർഗൻ ഏതായിരുന്നു ഗവൺമെന്റിന്റെ? സെക്കൻഡ് ഓർഗൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു അല്ലെ? എന്താണ് എക്സിക്യൂട്ടീവിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഈ പേപ്പർ കട്ടിങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ആ പേപ്പർ കട്ടിങ്സിൽ എഴുതിയിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് മെയ്ഡ് ആധാർ കാർഡ് കമ്പൾസറി ഫോർ LPG സബ്സിഡി. അതായത് പാചകവാതക സബ്സിഡിക്ക് എന്ത് വേണം? ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതൊരു കട്ടിങ്സ് ആണ് അല്ലെ? അതുപോലെ അടുത്തൊരു കട്ടിങ്സിൽ എന്താ പറയുന്നത്? സെൻട്രൽ അപ്രൂവൽ ഫോർ എക്സ്പാട്രിയേറ്റ്സ് വോട്ട്. അതായത് പ്രവാസി വോട്ടിന് കേന്ദ്രം അനുമതി നൽകി. പിന്നെയോ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫുഡ് സെക്യൂരിറ്റി ബിൽ ഗെറ്റ്സ് ഡിലേഡ്. ഭക്ഷ്യസുരക്ഷാ ബില്ല് നടപ്പാക്കുന്നത് വൈകും. അതുപോലെ തന്നെ ആദർശ് ഗ്രാം പ്രോജക്ട് ടു സെറ്റ് ഓഫ് ദിസ് ഇയർ. ഈ വർഷം മുതൽ ആദർശ ഗ്രാം പദ്ധതി നടപ്പിലാക്കും. ഇതൊക്കെ നമ്മുടെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പത്രവാർത്തകളാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ? പത്രം വായിക്കുമ്പോൾ ഇതുപോലെ ഡയലി നമുക്ക് പത്രവാർത്തകളിൽ നമ്മുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. Then who takes such decisions and implement them? ഇങ്ങനെയുള്ള ഡിസിഷൻസ് നടപ്പിലാക്കുന്നതും അതുപോലെ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതൊക്കെ ആരാണ്? ചിന്തിച്ചിട്ടുണ്ടോ? The organ of the government which implements law and administrators the country is called the executive. അതായത് ഭരണനിർവഹണം നടത്തുകയും അതുപോലെ തന്നെ ഈ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് ഏതിൽ പെടുത്തുന്നത്? എക്സിക്യൂട്ടീവ് എന്നുള്ള വിഭാഗത്തിൽ പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുടെ പത്രക്കുറിപ്പുകൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുകയും അതുപോലെ തന്നെ ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് ഇത് എക്സിക്യൂട്ടീവ്. ക്ലിയർ ആയല്ലോ? ഇനി എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗം എങ്ങനെയാണ് നോക്കിയാലോ നമുക്ക്. In India, there are two levels of executive. ഇന്ത്യയിൽ രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് കാര്യനിർവഹണ വിഭാഗങ്ങൾ. They are central executive and state executive. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും ഉണ്ട്. The central executive consists of the president, central ministers and bureaucracy. Central executive ആരെല്ലാം പെടുന്നു? പ്രസിഡന്റ്, അതുപോലെ സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഓരോ വകുപ്പിന്റെയും മന്ത്രിമാര്, ആൻഡ് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദം. The president and ministers are elected and they are political executive. പ്രസിഡന്റും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സും ഒക്കെ ഏത് എക്സിക്യൂട്ടീവിലാണ് പെടുക? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിലാണ് പെടുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഭരണനിർവഹണം നടത്തുന്ന വിഭാഗത്തിലാണ് അവർ പെടുന്നത്. Bureaucrats on the other hand are appointed on the basis of certain qualifications and they continue in office till retirement. അതേ സമയത്ത് ഉദ്യോഗസ്ഥർ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ വരുന്നത്. അവർ നിയമിക്കപ്പെടുന്നത് അവരുടെ യോഗ്യത നോക്കിക്കൊണ്ടാണ്. അപ്പൊ ഇവരെന്താണ്? സ്ഥിരമായിട്ടുള്ള കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്ന ആളുകളുമാണ്. ഇവരൊക്കെ വിരമിക്കുന്നത് വരെ എന്ത് ചെയ്യും? സർവീസിൽ തുടരും. അവരുടെ വിരമിക്കൽ പ്രായം വരെ അവർ ഈ എക്സിക്യൂട്ടീവ് മേഖലയിലായിട്ട് തുടരുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ. ഇപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? മണി ബില്ല് പറഞ്ഞു, അതുപോലെ തന്നെ ബാക്കി പാർലമെന്റിന്റെ മറ്റു ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് പറഞ്ഞു, അതുപോലെ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ
മിസ് അതിനിടയ്ക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. അസ്സലാമു അലൈക്കും.